ചരിത്രത്തിലെ ഏറ്റവും വലിയ കോർ കമ്മിറ്റിയുമായി സംസ്ഥാന ബി.ജെ.പി. എത്തുമ്പോൾ ചരിത്രത്തിൽ ഇടം പിടിക്കാതെ പത്മജ വീണ്ടും തഴയപ്പെടുകയാണ്. ഇത്രയും വിപുലമായ കോർ കമ്മിറ്റി ബി.ജെ.പി. രൂപീകരിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണെങ്കിലും ഒരിടത്ത് പോലും പത്മജയുടെ പേരില്ല എന്നതാണ് സത്യം. 21 അംഗ ജംബോ കോർ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ഒരു മരുന്നിന് പോലും പത്മജ എന്ന പേര് ഉൾപ്പെടുത്തിയില്ല. വലിഞ്ഞു കയറി വന്നവർക്ക് ബി.ജെ.പിയിൽ സ്ഥാനമില്ല എന്ന് പത്മജ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. അതേസമയം പുറത്തുവിട്ട പട്ടിക പ്രകാരം മുൻ അധ്യക്ഷന്മാർക്കൊപ്പം 7 വൈസ് പ്രസിഡന്റുമാരും കമ്മിറ്റിയിലുണ്ട് താനും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിനെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. മറ്റൊരു വൈസ് പ്രസിഡന്റായ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. വക്താക്കളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഒ രാജഗോപാൽ, സി.കെ. പത്മനാഭൻ എന്നിവരെയും കോർ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. കന്യാസ്ത്രീ വിഷയത്തിൽ ക്രൈസ്തവ സഭ വിരുദ്ധ നിലപാട് സ്വീകരിച്ചതാണ് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനെ കോർ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കാൻ കാരണമെന്നാണ് സൂചന വന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനൊപ്പം സുരേഷ് ഗോപിയും അഡ്വക്കേറ്റ് ജോർജ് കുര്യനും സി സദാനന്ദനും പട്ടികയിലുണ്ട് താനും. പി.കെ. കൃഷ്ണദാസ്, വി മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, കെ സുരേന്ദ്രൻ, എ.പി. അബ്ദുള്ളക്കുട്ടി, അനിൽ കെ ആന്റണി, എം.ടി. രമേശ്, ശോഭ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് എസ് സുരേഷ്, അനൂപ് ആന്റണി, പി സുധീർ, അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ, അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, സി കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, കെ സോമൻ, വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവരാണ് പട്ടികയിൽ ഇടം നേടിയ മറ്റു നേതാക്കൾ. പ്രകാശ് ജാവ്ദേക്കർ, അപരാജിത സാരംഗി എന്നിവർ കേന്ദ്ര ക്ഷണിതാക്കളാണ്. ജൂലൈയിൽ ബി.ജെ.പി. 4 ജനറൽ സെക്രട്ടറിമാരെയും പാർട്ടി പുതിയതായി പ്രഖ്യാപിച്ചത്. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാധാന്യം പട്ടികയിൽ നൽകിയില്ല എങ്കിലും വി മുരളീധരൻ പക്ഷത്തെ തഴഞ്ഞുകൊണ്ടുള്ള ഭാരവാഹി പട്ടികയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വി മുരളീധരൻ പക്ഷത്തു നിന്നും ആരും ഇല്ലായിരുന്നു. 4 ജനറൽ സെക്രട്ടറിമാരിൽ എം.ടി. രമേശിനെയാണ് നിലനിർത്തിയത്. വി മുരളീധരൻ പക്ഷത്തെ ഒഴിവാക്കിയെന്ന പരാതിക്ക് പരിഹാരം കാണാൻ ഇക്കുറി മുൻ അധ്യക്ഷന്മാരായ വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, പി.കെ. കൃഷ്ണദാസ്, കുമ്മനം രാജശേഖരൻ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, രാജ്യസഭാ എം.പി. സി സദാനന്ദൻ, ദേശീയ ഭാരവാഹികളായ എ.പി. അബ്ദുള്ളക്കുട്ടി, അനിൽ ആന്റണി, ജനറൽ സെക്രട്ടറിമാരായ ശോഭ സുരേന്ദ്രൻ, എം.ടി. രമേശ്, എസ് സുരേഷ്, അനൂപ് ആന്റണി എന്നിവർക്കൊപ്പം 7 ഉപാധ്യക്ഷന്മാരെയും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ഇതിൽ വി മുരളീധരൻ പക്ഷത്തെ സി കൃഷ്ണകുമാറും പി സുധീറും ഉൾപ്പെടുന്നു. കെ.എസ്. രാധാകൃഷ്ണനൊപ്പം ആർ ശ്രീലേഖ, ഡോക്ടർ അബ്ദുൽ സലാം എന്നീ വൈസ് പ്രസിഡന്റുമാരെയും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല. ഏകദേശം 2 വർഷക്കാലമായി പത്മജ ബി.ജെ.പിയിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നുണ്ട്. എന്നിട്ടും ഒരു പ്രാധാന്യമുള്ള ഒരു സ്ഥാനം പോലും അവർക്ക് കൊടുത്തിട്ടില്ല. ബി.ജെ.പിക്ക് ജയ് വിളിക്കാനും കോൺഗ്രസിനെ ചീത്ത പറയാനുമല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പത്മജ പ്രത്യക്ഷപ്പെടാറില്ല. സത്യത്തിൽ ബി.ജെ.പിയിൽ പോയതോടെ പത്മജ ഒതുക്കപ്പെട്ടു എന്ന് തന്നെ പറയണം.